ഹലോ ഫ്രണ്ട്സ്, ജിയോ കിച്ചൺ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊറിയൻ വിഭവം കാണിച്ചു, അതുപോലെ നമ്മുടെ മെക്സിക്കൻ വിഭവം കാണിച്ചു. ഇന്ന് നമ്മളൊരു ഇന്ത്യൻ അല്ല, നമ്മുടെ ഒരു വിഭവം, അതിൻ്റെ പേര് ജാഫ്രൈസി എന്നാണ്. ഇത് ബംഗാളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ റെസിപ്പി. പക്ഷേ പിന്നെ അത് ബംഗ്ലാദേശായി മാറി, പിന്നെ അത് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയി, പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലുമൊക്കെ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ് ജാഫ്രൈസി. ജാ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ജാലാണ്, JAL. അതിൻ്റെ അർത്ഥം സ്പൈസി എന്നാണ്, പക്ഷെ പറയുന്നത് ജാഫ്രൈസി എന്നാണ്. ഇത് എൻ്റെ സഞ്ജീവ് കപൂർ അക്കാഡമിയുടെ ഒരു റെസിപ്പിയാണ്. എനിക്കത് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൽ ഞാൻ എടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 300 ഗ്രാം മതി. ഇതിപ്പോൾ ഞാൻ പക്ഷേ എടുത്തിരിക്കുന്ന ഒരു 400 ഗ്രാം ഉണ്ട്. അല്പം കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഉണ്ട്. 300 ഗ്രാം ചിക്കനാണ്. അതുപോലെ ഇതിൽ അല്പം ലെമൺ ജ്യൂസ് ചേർക്കാനുണ്ട്. ലെമൺ ജ്യൂസ്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്. അല്പം ഗരം മസാല അല്പം ചേർക്കണം. അധികം വേണ്ട, അര ടീസ്പൂൺ വെച്ച് മതി. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതൊരു ടീസ്പൂൺ നമുക്ക് ചേർക്കാം. പിന്നെ അല്പം ഉപ്പ് ചേർക്കണം. ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്യുകയാണ്. ഒരു 15-20 മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം 30 മിനിറ്റ് ഇതിനെ ഒന്ന് നമുക്ക് വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതിയാവും. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി, ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കേണ്ടതുണ്ട്. ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റങ്ങൾ നമ്മൾ സോട്ട് ചെയ്യാറുണ്ട്. അത് ഇറക്കിയതിന് ശേഷം, അപ്പോൾ നമ്മൾ കടായി വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിക്കാം. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഏകദേശം ഒരു സെമി ഇന്ത്യൻ വിഭവമാണല്ലോ. എണ്ണ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ചൂടായിട്ടുണ്ട്. ഇത് ഒരു അര ടീസ്പൂൺ ജീരകമാണ്. എണ്ണ ചൂടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ജീരകം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സവാളയാണ്, ഒരു മീഡിയം സവാള. നമുക്കൊരൽപ്പം ഉപ്പ് ചേർക്കാം. അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ, ഉപ്പാണ്. ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പികളൊക്കെ പ്രത്യേകതരം റെസിപ്പികളാണ്. അത് നിങ്ങളെല്ലാവരും വീടുകളിൽ പരീക്ഷിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഓനിയൻ ഒന്ന് തയ്യാറാവട്ടെ. അതുവരത്തേക്കും നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ടൊമാറ്റോ പ്യൂരി. ഏകദേശം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ഉണ്ട്. ഇത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. തിളച്ച വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് തക്കാളിയെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിനാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുക. തൊലിയോടുകൂടി അടിച്ചെടുക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയും. അത് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഒരു ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാനുണ്ട്.
ഇതിൽ ഒരല്പം ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്ത് നമ്മൾ ഒരു 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ യോഗർട്ട്, നമ്മുടെ തൈരാണ്, മിക്സ് ചെയ്യുക. ഒരു കുറച്ച് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ഇതിൽ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. എല്ലാ ചേരുവകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ മസാല ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് എടുത്തിട്ടൊന്ന് ബ്ലെൻഡറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ബ്ലെൻഡർ ജാറിലിട്ടു, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലെൻഡറിലിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കടായിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. നല്ല കൊഴുപ്പാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മൾ ഗ്രേവി തിളച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്ത് ഇനി ചേർക്കാം. ഗ്രേവി നല്ല തിക്കാണ്. അപ്പോൾ നമ്മൾ ഇത് ചിക്കന് വേവേണ്ടവിടെ നമ്മൾ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ഗ്രേവി ഒന്ന് അല്പം ലൂസാക്കണം. ആക്കി ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഒരു 15 മിനിറ്റ് സമയമെങ്കിലും പിടിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തു, ആവശ്യത്തിന് വേവായി. 20 മിനിറ്റ് പിടിച്ചു കേട്ടോ. 20 മിനിറ്റായി. അപ്പോൾ ഇനി ഇത് നമ്മളൊരു അല്പം കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാനുണ്ട്. അതൊന്ന് ചേർക്കാം. നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. സിമ്മറിലാക്കി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കാഷ്യൂ പേസ്റ്റാണ്. കാഷ്യൂ പേസ്റ്റ് ഒരു 10 കാഷ്യൂ എടുത്തിട്ട് പേസ്റ്റാക്കിയതാണ്. ഇനി അടുത്തത് നമുക്ക് ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കാനുണ്ട്. നേരത്തെ ഒരിക്കൽ നമ്മൾ മാരിനേഷന് വേണ്ടി ചേർത്തിരുന്നു. കൂടാതെ ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കണം. ഇനി നമ്മൾ അടുത്തത് നമ്മൾ കസൂരി മെത്തിയാണ്. കസൂരി മെത്തി ഒരു 1/2 ടീസ്പൂൺ.
കുറച്ച് ഗരം മസാലയും ചേർക്കാനുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്, ഗ്രീൻ ക്യാപ്സിക്കം. ഇനി നമ്മൾ ചേർക്കുന്നത് റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ റെഡ് പെപ്പർ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അതേപോലെ തന്നെ യെല്ലോ പെപ്പർ, അതും നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. നിർബന്ധമൊന്നും ഉള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെന്ന് നിർബന്ധമില്ല. ഇത് അല്പം ഒന്ന് വേവട്ടെ, കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു തക്കാളിയുടെ പകുതിയേ എടുത്തുള്ളൂ, സ്ലൈസ് ചെയ്തിരിക്കുന്നത്, അത് ഇതിനകത്ത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സവാള ഓനിയൻ കട്ട് ചെയ്തത് അതും ചേർക്കുകയാണ്. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വേവട്ടെ, അതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിഭവം ജാഫ്രൈസി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചിക്കൻ വെന്തു. അതിനുശേഷം നമ്മൾ തക്കാളി സവാളയൊക്കെ ഇട്ടു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. നമുക്കിനി അല്പം മല്ലിയില, ഫ്രഷ് കൊറിയാൻഡർ ലീവ്സ് കൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഒന്ന് ഗാർണിഷ് ചെയ്യാം. ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ജാഫ്രൈസി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വിചാരിക്കുക, ജാഫ്രൈസി എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഇൻ്റർനാഷണൽ വിഭവം തന്നെയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചു നോക്കി. ഒരു പുതിയ വിഭവമാണ്. സാധാരണഗതിയിലൊന്നും ഇവിടെ അത് പ്രചാരമുള്ള, പ്രത്യേകിച്ച് കേരളത്തിലധികം പ്രചാരമുള്ള ഒരു ക്വിസിനല്ല. എങ്കിലും നിങ്ങൾ ഇത് ഷെഫ് സഞ്ജീവ് കപൂർ അക്കാഡമിയുടെ ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് നിർബന്ധമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെൽ ബട്ടൺ കിട്ടും. ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ വരും. ഓൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും അവിടെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇതുമാതിരി പുതുമയാർന്ന വിഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് തായ് വിഭവം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതായി കൊറിയനായി, മെക്സിക്കനായി, ഇനി ഒരു തായ് വിഭവം. ഇതിപ്പോൾ ഇൻഡോ ബ്രിട്ടീഷാണ് ഈ വിഭവം. അപ്പോൾ നമുക്കിനി ഒരു തായ് അടുത്തത് ചെയ്യാം. നോക്കിക്കണ്ടത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും യാത്ര പറയുകയാണ്. നമസ്കാരം.